ഈ കഴിഞ്ഞ ദിവസമാണ് സുരക്ഷാ കാരണങ്ങളാൽ എയർഫോഴ്സ് വൺ എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വിമാനം ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു കാറ്ററിംഗ് ട്രക്കിലൂടെ ഒളിച്ച് മറ്റൊരു വിമാനത്തിലേക്ക് കയറി രക്ഷപ്പെട്ടു എന്ന ഒരു വാർത്ത പുറത്തു വന്നത്. സത്യത്തിൽ ഇത് നടന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. കഴിഞ്ഞ ജൂലൈയിലോ മറ്റോ ആണ് ഇത് നടന്നത്. ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഈ തുർക്കിയിലായിരുന്നു. തുർക്കി സന്ദർശനം നടത്തിയത് അദ്ദേഹം നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കാനായി തുർക്കിയിൽ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുതിയ എയർഫോഴ്സ് വൺ വിമാനം ഉപേക്ഷിച്ച് മറ്റൊരു വിമാനത്തിലേക്ക് തുർക്കിയിലേക്ക് പോയത്. അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ലോക പ്രശസ്തമായ ഒരു യാത്രാ വിമാനമാണ് എയർഫോഴ്സ് വൺ. ലോകത്തെ എവിടെയും ഒരു വിമാനത്തിന് ഇല്ലാത്ത തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ എയർഫോഴ്സ് വണ്ണിലുണ്ട്. എയർഫോഴ്സ് വണ്ണിനെ അത്ര പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനോ എയർഫോഴ്സ് വണ്ണിനെ അത്ര പെട്ടെന്ന് അപകടത്തിലാക്കാനോ ഒന്നും ആർക്കും കഴിയില്ല. അത്രയും വലിയ ഒരു സുരക്ഷാ സംവിധാനമുള്ള വിമാനമാണ് എയർഫോഴ്സ് വൺ. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ ഖത്തർ സമ്മാനമായി അമേരിക്കയ്ക്ക് നൽകിയ വിമാനമാണ്. ആ വിമാനത്തിൽ പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിന് ഉള്ളതുപോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും സുരക്ഷാ ക്രമീകരണങ്ങളില്ല. എന്നാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആ പുതിയ വിമാനമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ തുർക്കിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടായെന്നും ആ ഭീഷണി ഉണ്ടായത് കാരണം ആ ഭീഷണിയെക്കുറിച്ച് വ്യക്തമായ വിവരം അമേരിക്കൻ വ്യോമസേനയ്ക്ക് ലഭിച്ചത് കാരണം ഈ വിമാനത്തിൽ കയറി കഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപിനെ ഈ കാറ്ററിംഗ് ട്രക്കിലൂടെ അതീവ രഹസ്യമായി പുറത്തേക്ക് ഇറക്കുകയും മറ്റൊരു വിമാനത്തിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം അവിടെ നിന്ന് തുർക്കിയിലേക്ക് തിരിക്കുകയും പിന്നീട് ഈ വിമാനം, അതായത് ട്രംപ് യാത്ര ചെയ്യാനായി കയറിയ ആ വിമാനം നേരെ UK പോവുകയും ചെയ്തു. ആക്രമണകാരികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശം യഥാർത്ഥത്തിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്രമണത്തിന് പദ്ധതി ഉണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ എന്തായാലും അമേരിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അന്ന് തന്നെ വാർത്ത വന്നതാണ്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ട്രംപ് രക്ഷപ്പെട്ടത് എന്ന് വന്നിരുന്നില്ല. അതായത് ഈ ട്രക്കിൽ കയറിയാണ് ട്രംപ് രക്ഷപ്പെട്ടത് എന്ന വാർത്ത ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറിയതിന് ശേഷം അടിയിലൂടെ കാറ്ററിംഗ് ട്രക്കിൽ കയറി രക്ഷപ്പെട്ട് മറ്റൊരു വിമാനത്തിൽ കയറി തുർക്കിയിലേക്ക് പോയി എന്ന വാർത്ത വരുന്നത്. തീർച്ചയായും ട്രംപിന് വലിയ ഭീഷണിയുണ്ട്, സുരക്ഷാ ഭീഷണിയുണ്ട്. ട്രംപും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യമായ അമേരിക്കയും എല്ലാം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ കടുത്ത യുദ്ധത്തിലായിരുന്നു. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കവെയാണ് ഇത്തരത്തിൽ ട്രംപ് തുർക്കിയിലേക്ക് പോയത്. ആ സമയത്താണ് ട്രംപിന് നേരെ ആക്രമണ ശ്രമമുണ്ടായത്. അത് ഇറാൻ സൈന്യം നേരിട്ട് നടത്തിയതാണ് എന്ന് പറയപ്പെടുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയതോടുകൂടിയാണ് ചർച്ചകളൊക്കെ ഉപേക്ഷിച്ച് അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കാനായി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെയുള്ള ഒരു വലിയ വധഭീഷണി നേരിടുന്ന ഒരു ലോക നേതാവാണ് ട്രംപ്. അദ്ദേഹത്തെ കൊല്ലും എന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അത്രമാത്രം ത്രെട്ട് ഇപ്പോൾ ട്രംപിനുണ്ട്. മാത്രമല്ല ആയത്തുള്ള ഖമേനിയുടെ മകൻ മുജതബ ഖമേനിയും അന്ന് പ്രസ്താവന ഇറക്കിയിരുന്നു. തൻ്റെ അച്ഛൻ നിരപരാധിയായിരുന്നു. നിരപരാധിയായ തൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കും, ആണവായുധങ്ങളൊന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ, അമേരിക്കയെയും ഇസ്രായേലിനെയും ഇല്ലാതാക്കി കളയും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ ട്രംപിനെ കൊല്ലാൻ ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രംപിന് മാത്രമല്ല, ഇപ്പോൾ പുടിനും വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. അദ്ദേഹം ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ചൈനയിലേക്കും ഒക്കെ യാത്ര ചെയ്തത് എത്രമാത്രം സുരക്ഷയോടെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ പുടിന് കൂടുതൽ സുരക്ഷാ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പുടിൻ ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. പകരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അപരനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അപരനാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം റഷ്യയിൽ വലിയ ചർച്ചാ വിഷയമാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യമെന്നത് പ്രസിഡൻഷ്യൽ ട്രെയിനാണ്. പ്രസിഡന്റ് പുടിൻ സഞ്ചരിക്കുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ട്രെയിനിലാണ്. ഈ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസിലുമാണ്. അദ്ദേഹത്തിന് സ്ഥിരമായി ഒരു ഓഫീസോ ഒരു വീടോ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നിരവധി വീടുകളും നിരവധി ഓഫീസുകളും റഷ്യൻ പ്രസിഡന്റിനുണ്ട്. ഇതെല്ലാം ഒരേ രീതിയിൽ, ഇന്റീരിയർ അടക്കം ഒരേ രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളും ഓഫീസുകളും റഷ്യ
റഷ്യയുടെ പല ഭാഗത്തുമുണ്ട്. ഈ ഓഫീസുകളിലേക്കും വീടുകളിലേക്കും മാറി മാറി താമസിക്കാനാണ് ഇപ്പോൾ ഈ രഹസ്യ ട്രെയിൻ ഉപയോഗിക്കുന്നത്. ഈ ട്രെയിനിൻ്റെ സ്റ്റേഷനുകൾ ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ വീടുകൾക്ക് മുന്നിലുമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഏതാണ്ട് 13,000 കോടിയോളം രൂപ വിലമതിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഡംബര വസതിയാണ്. കരിങ്കടൽ തീരത്താണ് അദ്ദേഹത്തിൻ്റെ ഈ കൊട്ടാരമുള്ളത്, കൊട്ടാര സദൃശ്യമായ ഭവനമുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ടാണ് ഈ വീടുകളെല്ലാം സംരക്ഷിക്കുന്നത്. മിസൈലുകൾക്കോ അതുപോലെ തന്നെ ബോംബർ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വീടുകളിലാണ് റഷ്യൻ പ്രസിഡന്റ് അന്തിയുറങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഒരു വീട്ടിലല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വീടുകളിൽ, ഒരേപോലെയുള്ള വീടുകളിലാണ് അദ്ദേഹം ഓരോ ദിവസവും തങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടുകളിലെല്ലാം വളരെ കനത്ത സുരക്ഷാ വലയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കരിങ്കടൽ തീരത്തെ ആഡംബര വസതിയിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ വലയമുള്ളത്. രാജ്യത്തിൻ്റെ അഭിമാനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം, ആ S-400 വ്യോമ പ്രതിരോധ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊട്ടാര സദൃശ്യമായ ആഡംബര വസതി റഷ്യ സംരക്ഷിക്കുന്നത്. എന്നാൽ ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ കഴിഞ്ഞ ദിവസം യുക്രൈൻ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം പ്രസിഡന്റ് പുടിൻ പലതരത്തിലുള്ള പല വീടുകളിലായി ഇങ്ങനെ മാറി മാറി താമസിക്കുന്നത്. എന്തായാലും പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൊട്ടാരം എന്ന് തന്നെ പറയാവുന്ന 13,000 കോടിയോളം വിലമതിക്കുന്ന കരിങ്കടൽ തീരത്തെ ആ ഭവനം, അവിടെ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനം യുക്രൈൻ്റെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. ആ വ്യോമ പ്രതിരോധ സംവിധാനം പുനഃസ്ഥാപിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ റഷ്യൻ സേന. എന്തായാലും ട്രംപ് മാത്രമല്ല, പുടിനും ഇത്തരത്തിലുള്ള ഓട്ടത്തിലാണ്. സംഘർഷത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ, അവർക്കുണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണിയാണിത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, സെലൻസ്കി, യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇവർക്കെല്ലാം വലിയ സുരക്ഷാ ഭീഷണികളുണ്ട്. ആ ഭീഷണികൾ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഓരോ രാജ്യങ്ങളും അവരുടെ രാഷ്ട്രത്തലവന്മാരെ സംരക്ഷിച്ചു പോരുന്നതും.